ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന. ഒരു പുരുഷൻ അവന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ അവന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ പ്രവർത്തിക്കാത്ത പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥാനം അവൻക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫയഖൂൽ, ആ മനുഷ്യൻ ചോദിക്കും, അന്നാ ഹാദാ, എന്തുകൊണ്ടാണ് റബ്ബേ ഇതെനിക്ക് ലഭിക്കുന്നത്? എന്താണിത്? ഇതിനുള്ള കാരണം എന്താണ്? ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്റെ ജീവിതം ചുരുങ്ങിയതാണ്, അമലു സാലിഹാത്തുകൾ കുറവാണ്, പക്ഷെ എന്തുകൊണ്ട് ഇത്ര വലിയ ദറജകൾ സ്ഥാനങ്ങൾ എനിക്ക് ലഭിക്കുന്നു? ഫയുഖാൽ, അദ്ദേഹത്തിനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി നൽകുന്ന ഇസ്തിഗ്ഫാറിനെ കൊണ്ടാണ്, പാപമോചനത്തെ കൊണ്ടാണ്, മക്കളുടെ ദുആഇനെ കൊണ്ടാണ് ആ മനുഷ്യന് ഉയർച്ച ലഭിച്ചത്. സഹോദരങ്ങളെ, മക്കൾ, നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഗിഫ്റ്റായിട്ട്, ഹിബത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഔദാര്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തിൽ പെട്ടതാണ് നമ്മുടെ സന്താനങ്ങൾ എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെല്ലാം ദുആ ചെയ്തതായി കാണാൻ സാധിക്കും. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സ്വാലിഹീങ്ങളിൽ നിന്നും മക്കളെ നൽകണമേ. അങ്ങനെ അവർ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മക്കളെ കൊണ്ടുള്ള ഒരു മുഅ്മിനുള്ള ഉപകാരം ചെറുതൊന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകും, 3 എണ്ണം ബാക്കിയാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിമായ ഒരു വ്യക്തി മരിച്ചാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലക്കും, അവന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന മാർഗങ്ങളെല്ലാം നിലക്കും, 3 എണ്ണം ബാക്കിയാകും. ഏതാണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, മരണത്തിന് ശേഷം നിലനിൽക്കുന്ന ദാനധർമ്മം. അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഒരു മസ്ജിദ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ജലസേചന പരിപാടികൾ, പദ്ധതികൾ അതിനുവേണ്ടി സംഭാവന ചെയ്തു, മസ്ജിദിന് സംഭാവന ചെയ്തു. ഖൈറുകൾക്ക് വേണ്ടി അദ്ദേഹം തന്റെ സമ്പത്ത് ചിലവഴിച്ചു. ആ ഖൈറുകൾ അതാ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. ഈ സമയത്ത് ഖൈറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതിൽ നിന്നുള്ള ഒരു ഭാഗം പ്രതിഫലം അവർക്ക് കുറയാതെ ഇതിന് കാരണക്കാരനായിട്ടുള്ള ഈ മനുഷ്യന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതാണ് സദഖത്തുൻ ജാരിയ. രണ്ടാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ ഇൽമിൻ യുൻതഫഉ ബി, ഉപകാരമെടുക്കപ്പെടുന്ന ഇൽമ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഇൽമ്, അറിവ്, ദീനിന്റെ ഇൽമുകൾ, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ, അതിൽ നിന്നും പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന വ്യക്തികൾ പഠിക്കുന്നതിനും അവർ പഠിപ്പിക്കുന്നതിനും അവർ അതനുസരിച്ച് അമലുകൾ ചെയ്യുന്നതിനുമുള്ള അതിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും, ആ മനുഷ്യൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമതായി കൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, സാലിഹായിട്ടുള്ള മക്കൾ, സാലിഹായിട്ടുള്ള മകൻ, സാലിഹായിട്ടുള്ള സന്താനങ്ങൾ, യദ്ഉ ലഹു, അവൻക്ക് ദുആ ചെയ്യുന്ന. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, സാലിഹായിട്ടുള്ള മക്കളെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് സഹോദരൻ നമ്മുടെ മക്കളുടെ അവസ്ഥ? തന്റെ പിതാവ് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളാണ് നമുക്കുള്ളത്. തന്റെ പിതാവ് വഫാത്തായാൽ തന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ
അറിയുന്ന, അതിന് മനസ്സുള്ള, ദീനിൽ അടിയുറപ്പുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മക്കളാണ് നമുക്കുള്ളത്. ശ്രദ്ധിക്കണം സഹോദരങ്ങൾ, എന്താണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? സഹോദരങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേര് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് മക്കളുടെ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ് തന്റെ സന്താനങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക, അവർക്ക് നൽകേണ്ട തർബിയത്ത്, തസ്കിയത്ത്, അവർക്ക് നൽകേണ്ട ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളെ തൊട്ടും നിങ്ങളുടെ കുടുംബത്തെ തൊട്ടും നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കുക. എങ്ങനെ സഹോദരൻ, നമ്മളെ തൊട്ട്, നമ്മുടെ ശരീരത്തിനെ തൊട്ട് നമ്മൾ നരകത്തെ സംരക്ഷിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളൊന്നും വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെ മക്കളെ കാര്യത്തിൽ തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുക? സ്വഹാബാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലിമുഹും അദ്ദിബുഹും, അവർക്ക് പഠിപ്പിച്ചു നൽകുക, അവർക്ക് മര്യാദ പഠിപ്പിക്കുക, ദീൻ പഠിപ്പിച്ചു നൽകുക, പറഞ്ഞു കൊടുക്കുക. വ അൻഹാഹും അൻ മഅസിയതി, പാപങ്ങൾ കാണുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുക, അവർക്ക് നന്മ കൽപ്പിക്കുക, അവർക്ക് അവരുടെ പരലോക ജീവിതത്തിന് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, യഥാർത്ഥ രൂപത്തിൽ തർബിയത്ത് നൽകുക എന്നുള്ളതാണ്. എന്താണ് സഹോദരൻ നമ്മുടെ അവസ്ഥ? എന്താണ് സഹോദരൻ നമ്മുടെ അവസ്ഥ? തന്റെ മക്കളുടെ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കുന്നത്? പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യമാണ്, തന്റെ മക്കൾക്ക് അല്ലെ മകന് അല്ലെ മകൾക്ക് ചെറുപ്പത്തിൽ നൽകേണ്ട തർബിയത്ത്, ദീനി പഠനമോ അതുപോലുള്ള കാര്യങ്ങളോ നൽകുകയില്ല. വലുതായാൽ അതാ, കുറച്ച് വലുതാകുമ്പോഴാണ് മനസ്സിലാകുന്നത് പിതാവിന് തന്റെ യുവാവായ മകനത് ലഹരിക്ക് അടിമയാണ്, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയായിരിക്കുന്നു, തന്റെ മകളത് ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയിരിക്കുന്നു, അവളെ കൊണ്ട് ഉപകാരം ലഭിക്കുകയില്ല എന്നറിയുമ്പോൾ ഇവ ലഭിക്കും. അപ്പോൾ അവർക്ക് പ്രയാസമാണ്, സങ്കടമാണ്. സഹോദരങ്ങളെ, ചെറുപ്പത്തിൽ കൊടുക്കേണ്ട തർബിയത്ത് കൊടുത്തിൽ ദുനിയാവിൽ ഇപ്രകാരം ലഭിക്കുന്നതുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ ഇങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ പരലോകത്ത് എപ്രകാരമായിരിക്കും സഹോദരങ്ങളെ? നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ, നിങ്ങളിൽ നിന്ന് എല്ലാവരും മേൽനോട്ടക്കാരാണ്. ഫമസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളുടെ മേൽനോട്ടത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ചോദ്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ വിശദീകരിക്കും. അതിൽ പെട്ടതാണ് വറജുലു, ഒരു പുരുഷൻ, റാഇൻ അലാ അഹ്ലി ബൈതി, തന്റെ കുടുംബത്തിലുള്ള ആളുകളുടെ വിഷയങ്ങളെ കുറിച്ച് അവൻ മേൽനോട്ടക്കാരനാണ്. തന്റെ ഭാര്യയുടെ കാര്യം, തന്റെ പെൺമക്കളുടെ കാര്യം, തന്റെ മക്കളുടെ കാര്യം, തന്റെ പേരമക്കളുടെ കാര്യം, തന്റെ കീഴിലുള്ള തന്റെ വീട്ടിലെ ആളുകളുടെ കാര്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും. വഹുവ മസ്ഊലുൻ അൻഹും, അവരെ തൊട്ട് ചോദ്യം ചെയ്യപ്പെടും. തന്റെ മക്കൾ അത് ഹറാമിൽ വീഴുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നീ എന്തുകൊണ്ട് അവർക്ക് നീ പറഞ്ഞു കൊടുത്തില്ല, ഇന്നത് ഹറാമാണ്, ഇങ്ങനെ പരലോകം വരാനുണ്ട് എന്ന് നീ പറഞ്ഞു കൊടുത്തില്ല എന്ന് സഹോദരങ്ങൾ നമ്മൾ ചോദിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ സാഇലുൻ കുല്ലു റാഇൻ അമ്മസ്തറഅഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേൽനോട്ടക്കാരെ കുറിച്ചും, എല്ലാ മേൽനോട്ടക്കാരെയും അവരുടെ മേൽനോട്ടത്തിനെ കുറിച്ച് അവനോട് ചോദിക്കും. ചോദ്യം വരാനുണ്ട്. ഹഫിള ദാലിക ദയ്യ, അവനെ സംരക്ഷിച്ചോ? തന്റെ മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ നൽകിയോ? തന്റെ മക്കൾക്ക് ചെറുപ്പത്തിൽ നൽകേണ്ട തർബിയത്ത് നൽകിയോ? സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മക്കൾക്ക് എന്താണ് നമ്മൾ നൽകിയിട്ടുള്ളത്? സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം നമ്മൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടോ? എന്താ നമ്മുടെ മക്കളുടെ അവസ്ഥ? സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി കൊണ്ട് പാരായണം ചെയ്യുന്നവരാണോ? അതല്ല നിസ്കരിക്കാത്തവരാണോ? അല്ല നിരീശ്വര നിർമ്മതവാദികളിൽ അതുപോലുള്ള വാദങ്ങളിൽ പെട്ടുപോയവരാണോ? അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ പ്രേമിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോകുന്ന പെൺമക്കളാണ് നമുക്കുള്ളത്? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ മക്കളെ കുറിച്ച്, അവരെ കുറിച്ചുള്ള ചോദ്യം നാളെ പരലോകത്ത് നമുക്ക് ഉണ്ടാകും, ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കണം. പലപ്പോഴും സമൂഹത്തിൽ കാണുന്നതാണ്, മക്കൾക്ക് നൽകേണ്ട ഒരു തർബിയത്ത് നൽകാറില്ല എന്നത് വളരെ കൃത്യമാണ്. നിങ്ങൾ അങ്ങാടിയിലൂടെ ഇറങ്ങി നോക്കൂ സഹോദരങ്ങളെ, എന്താ നമ്മുടെ പെൺമക്കളുടെ അവസ്ഥ എന്താണ്? രാത്രി 10 മണിക്ക് ശേഷം ഈ അങ്ങാടിയിൽ നിങ്ങൾ ഇറങ്ങി നോക്കൂ. നഊദു ബില്ലാഹ്, ഒരു മിമ്പറിൽ ഒരു ഖത്തീബിന് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് നടക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർദ്ധനഗ്നകളായിട്ടുള്ള സ്ത്രീകളാണ് റോട്ടിലൂടെ നടക്കുന്നത്. അത് പാശ്ചാത്യമായിട്ടുള്ള വസ്ത്രധാരണങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ സ്വീകരിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ ഉപദേശിക്കുന്നില്ല. കല്യാണ ചടങ്ങുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ മ്യൂസിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ തസ്വീർ, ഫോട്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ അതാ വിപുലമായി കൊണ്ട് നടക്കുന്നു.
അതിനെ എതിർത്താൽ അവൻ തീവ്രവാദിയാകും. എന്താണ് സഹോദരങ്ങളെ, എന്താണ് സഹോദര മാതാപിതാക്കൾക്ക് ഇതിനെ എതിർക്കാൻ കഴിവില്ലാതായിട്ടുണ്ട്. എന്താണ് അവർക്ക് എതിർത്താൽ പല സഹോദരന്മാരെ കാണാൻ സാധിക്കും, അവർ മസ്ജിദിൽ ഉണ്ടായിരിക്കും, ഫസ്റ്റ് സഫിൽ ഉണ്ടായിരിക്കും, എല്ലാ പ്രബോധന കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കും. തന്റെ മക്കളുടെ വിഷയത്തിൽ അവർ വളരെ പിന്നിലാണ്. പ്രത്യേകിച്ച് കല്യാണ ദിവസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, തന്റെ കീഴിലുള്ള കല്യാണങ്ങളിൽ ഹറാമുകളാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന്റെ ദൂർത്ത് നടക്കുന്ന കല്യാണങ്ങൾ, പാട്ടും പാതിരാ നൈറ്റും അതുള്ള പല നൈറ്റുകൾ, പല രൂപത്തിലുള്ള തിന്മകൾ നടക്കുന്ന കല്യാണങ്ങൾ. എന്തുകൊണ്ട് സഹോദരങ്ങളെ നമുക്കത് എതിർക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് സഹോദരനെ മക്കളുടെ തൃപ്തി മക്കളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുന്റെ തൃപ്തിയെ നമ്മൾ കളഞ്ഞു കുടിക്കുന്നത്? അള്ളാഹുന്റെ തൃപ്തിയല്ല നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ നോക്കൂ, എങ്ങനെ നമുക്ക് മക്കളെ നന്നാക്കിയെടുക്കാം, അത് നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ പേര് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മക്കളെ ശരിയാക്കുക, മക്കൾക്ക് നൽകേണ്ട തെർബിയത്ത് നൽകുക എന്നുള്ളത്. എങ്ങനെ മക്കളെ നന്നാക്കിയെടുക്കാം, അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ചില മാർഗങ്ങളാണ് സഹോദരങ്ങളെ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ അടുക്കൽ അത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ആദ്യമായി കൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കല്യാണത്തിന് മുമ്പ്, ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സാലിഹത്തായ ദീനുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. സാലിഹത്തായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം. പുരുഷനാണെങ്കിലോ സ്ത്രീയാണെങ്കിലോ സാലിഹായ ദീനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയക്കുന്ന, അള്ളാഹുവിന്റെ ഹക്കുകൾ നൽകുന്ന, തന്റെ മാതാപിതാക്കൾക്ക് നൽകേണ്ട ഹക്കുകൾ, ബാധ്യതകൾ, അവകാശങ്ങൾ നൽകുന്ന ഒരാളെ തെരഞ്ഞെടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു പെണ്ണ്, ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടുക. ഒന്നാമത്തെ ലിമാലിഹ, അവരുടെ സമ്പത്ത് കൊണ്ട്, പിതാവിന്റെ സമ്പത്ത്, കുടുംബത്തിന്റെ സമ്പത്ത്. വലിഹസബിഹ, അവരുടെ തറവാടിത്തം, വലിയ തറവാടാണ്. മൂന്നാമത്തേത് വജമാലിഹ, അവരുടെ സൗന്ദര്യം. നാലാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലിദീനിഹ, അവരുടെ ദീന്. ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദീനുള്ളവരെ തെരഞ്ഞെടുക്കുക, നീ ദീനുള്ളവരെ തെരഞ്ഞെടുക്കുക. നിന്റെ കയ്യിൽ മണ്ണ് പുരണ്ടാലും, അതായത് നീ എത്ര പ്രയാസപ്പെട്ടാലും ദീനുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പല കല്യാണങ്ങളും 1 മാസത്തിന് ശേഷം 2 മാസത്തിന് ശേഷം പിന്നീട് തൊലാഖിലേക്കാണ് പോകുന്നത്. എന്താണ് കാരണം? അവർ തമ്മിൽ, അതായത് പെണ്ണും പുരുഷനും തമ്മിൽ തെരഞ്ഞെടുത്തതാണ്. മാതാപിതാക്കൾക്ക് അവിടെ റോളില്ല. പക്വതയില്ലാതെ 15 വയസ്സിലും 14 വയസ്സുമുള്ള പെൺകുട്ടികളും 17, 16 വയസ്സുള്ള ആൺകുട്ടികളുമാണ് പരസ്പരം തെരഞ്ഞെടുക്കുന്നത്. അവർക്ക് പക്വത ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നിട്ടോ കല്യാണത്തിന് ശേഷം അതാ 1 വർഷം, 2 വർഷം, 3 വർഷം പോവുകയില്ല. അതിനു മുമ്പ് തന്നെ ഡൈവേഴ്സ്, തൊലാഖ്. അവരുണ്ടാകുന്ന മക്കളോ അതിന് മോശമായിട്ടുള്ള അവസ്ഥ. നഊദു ബില്ലാഹ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയം, പ്രധാന വിഷയം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, യുവാക്കളെ നിങ്ങൾ ദീനുള്ള സ്ത്രീകളെ തെരഞ്ഞെടുക്കുക, യുവതികളെ നിങ്ങൾ ദീനുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുക്കുക. അതാണ് നിങ്ങൾക്ക് ഇഹലോകത്തിനും പരലോകത്തിനും ഏറ്റവും നന്മയായിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഏതൊരു മനുഷ്യനും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു ഇത്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി കൊണ്ട് തന്റെ മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. സത്യസന്ധമായി കൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്, എന്തിനെല്ലാം? അല്ലാഹു എനിക്ക് വലിയ സമ്പത്തുണ്ടാകണം, വലിയ സമ്പത്തുണ്ടാകണം, മക്കളുണ്ടാകാൻ നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. പക്ഷേ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, നന്നാകാൻ, അവർ നാളെ പരലോകത്ത് നമുക്ക് തണലാകാൻ പലപ്പോഴും ദുആ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസ ദഅവാതി മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹാ, 3 ദുആകൾ അത് ഉത്തരം ലഭിക്കുന്നതാകുന്നു, അതിൽ സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തേത് ദഅവത്തുൽ വാലിദി ലിവലദിഹി, തന്റെ മക്കൾക്ക് വേണ്ടി ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ ദുആ ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടിയുള്ള ദുആ. മക്കൾക്ക് ഒരു തിന്മ കണ്ടു, ഉപദേശിച്ചു മാറുന്നില്ല, അല്ലെങ്കിൽ ഉപദേശിക്കുന്നതിന് മുമ്പേ തന്റെ മകന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ വളരുമ്പോൾ, അവൻ ചെറുതായി വലുതാകുമ്പോൾ, വിവാഹമാകുന്നതിന് മുമ്പ്, നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നടക്കാറുണ്ടോ സഹോദരങ്ങൾ? എത്ര പ്രാവശ്യം ദുആ ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി? ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ആളെ പറഞ്ഞു, വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ,
അതുപോലെ തന്നെ മൂന്നാമത്തേത് പറഞ്ഞു വദഅവത്തുൽ മർഇ ലിഅഖി, തന്റെ സഹോദരന് വേണ്ടിയുള്ള, തന്റെ സഹോദരൻ ദുആ ചെയ്യ, മുസ്ലിമായ സഹോദരന് വേണ്ടിയുള്ള ദുആ, അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണമേ എന്ന് പറയുന്ന ദുആ, അതിന് ഉത്തരം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെല്ലാം ദുആ ചെയ്തതായി കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതായി കാണാം, വജുനൂബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തണമേ എന്ന് ദുആ ചെയ്തിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലുള്ള ഒരുപാട് ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ തന്റെ മക്കൾക്കുള്ള ദുആകൾ. പക്ഷേ ഒരു വിഷയത്തിൽ നഊദു ബില്ലാഹ് നമ്മുടെ സമൂഹം വളരെ പിന്നിലായിരിക്കുന്നു. ദീനിനു വേണ്ടി ദുആ വളരെ കുറഞ്ഞിരിക്കുന്നു, പിന്നീട് അവർ വിലപിക്കുന്നു. നഊദു ബില്ലാഹ്. നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലാത്ത കാര്യമാണ്. ആ മൂന്നാമത്തെ കാര്യം എന്താണ്? മക്കൾക്ക് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കാറുണ്ട്. എത്ര വയസ്സ് വരെ? 10 വയസ്സ് വരെ, 12 വയസ്സ് വരെ പറഞ്ഞയക്കും. പിന്നീട് ദീനി പഠനമില്ല, അവർക്ക് നൽകേണ്ട യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ഇൽമ് ലഭിക്കുന്നില്ല, അറിവ് ലഭിക്കുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും ജുന്ദുബ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കുന്നാ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ആയിരിക്കുമ്പോൾ വനഹ്നു ഇൽമാനും ഹസാവിറത്തുൻ ഫതഅല്ലംനൽ ഈമാൻ, ഞങ്ങൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഫതഅല്ലംനൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, ഞങ്ങൾ ഈമാൻ ആദ്യം പഠിച്ചു. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ നൽകണമെന്നുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം, അതുപോലെ മറ്റുള്ള ഈമാൻ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം പഠിച്ചു. പിന്നീട് ഖുർആൻ പഠിച്ചു. സുമ്മ തഅല്ലംനൽ ഖുർആൻ ഫസ്ദദ്നൽ ബിഹി ഈമാന, പിന്നീട് ഞങ്ങൾ ഖുർആൻ പഠിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു. ആദ്യം നമ്മൾ മക്കൾക്ക് നൽകേണ്ട സഹോദരങ്ങളെ യഥാർത്ഥ അഖീദയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിന്റെയും അഖീദയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. എത്ര പ്രാവശ്യം സഹോദരനെ മക്കളെ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി നൽകുന്നത്, അല്ലാഹു നമുക്ക് റിസ്ക് നൽകുന്നത്, അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ സിഫാത്തുകൾ ഇന്നതാണ്, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണമേ മക്കളെ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് തോന്നുന്നത്, പിന്നെ പല രക്ഷിതാക്കളും പറയുന്നതായി കാണാൻ സാധിക്കും, 20 വയസ്സുള്ള മകൻ വീട്ടിലേക്ക് മദ്യപിച്ച് കയറി വരുമ്പോൾ അവർക്ക് തന്റെ മാതാവിനെയും പെങ്ങളെയും തിരിയുന്നില്ല. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം നിരീശ്വരവാദിയായിട്ടുണ്ട് എന്നുള്ളത്. മകൻ പോറ്റി വളർത്തിയ മകൻ നിരീശ്വരവാദിയായിട്ടുണ്ട്. എന്താണ് കാരണം? മകന് എല്ലാ വിദ്യാഭ്യാസവും കൊടുത്തു, ദുനിയാവിൽ ലഭിക്കേണ്ട വാഹനവും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തു, വസ്ത്രവും നല്ല ഭക്ഷണവും കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച യഥാർത്ഥ ദീൻ, യഥാർത്ഥ അഖീദ, യഥാർത്ഥ വിശ്വാസം പറഞ്ഞു കൊടുത്തില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിസ്കരിക്കുന്നില്ല മക്കൾ, പറഞ്ഞാൽ കേൾക്കുന്നില്ല, മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല, വസ്ത്രധാരണ ശ്രദ്ധിക്കുന്നില്ല പെൺകുട്ടികൾ. എന്താണ് കാരണം? യഥാർത്ഥ വിശ്വാസം അവർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തന്റെ മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞ്, അല്ലാഹുവിനെ ഭയക്കുന്നതിനെ കുറിച്ച് പറയണം, അവരെ ഓർമ്മപ്പെടുത്തിയാൽ എന്താണ് സഹോദരൻ നമുക്കൊരു കുറവുള്ളത്? എത്ര പ്രാവശ്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുറവുകൾ ഉണ്ടായിരിക്കാം, സഹോദരങ്ങൾ നികത്തണം, മാറ്റണം, ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. തന്റെ മക്കളെ കൊണ്ട് തനിക്ക് പരലോകത്തും ഇഹലോകത്തും ഗുണം വേണമെങ്കിൽ ഇപ്രകാരം പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗ്ഗത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് മക്കളെ ഉപദേശിക്കുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശം ശ്രദ്ധേയമാണ്. നിങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിർബന്ധമായിക്കൊണ്ടും പരിശോധിച്ച് നോക്കുന്ന ഒരു ഭാഗമാണത്. സൂറത്തുൽ ലുഖ്മാനിന്റെ 2ാമത്തെ പേജ് വരുന്ന ഭാഗങ്ങൾ അത് പരിശോധിച്ച് നോക്കണം, അത് പഠിക്കണം. എന്താണ് അദ്ദേഹം തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ എന്നുള്ളത് നമ്മളത് മക്കളെ ഉപദേശിക്കണം. ആദ്യമായിക്കൊണ്ട് ഉപദേശിക്കേണ്ടത് യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ളതാണ്. സഹോദരങ്ങളെ, അടുത്ത കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അടുത്തതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഉപദേശിക്കുക, തിന്മകൾ കണ്ടാൽ അവരെ തൊട്ട് തിരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ആളുകൾ വളരെ പിന്നിലാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. മക്കളിൽ ഒരു തെറ്റ് കണ്ടാൽ ചെറുതായാലും വലുതായാലും ഉപദേശിക്കുന്നില്ല, ഉപദേശിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് മക്കൾ വലുതായാൽ വലിയ തെറ്റുകൾക്ക് വരെ മാതാപിതാക്കൾ മൗനമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഉമ്മമാർ പ്രത്യേകിച്ചും മക്കളിൽ പിതാക്കന്മാർ കാണാത്ത പല തിന്മകളും കാണാം. ഉമ്മമാർ അത് പലപ്പോഴും പറയാറില്ല, തന്റെ ഭർത്താവിനോട് പറയാറില്ല, ഭർത്താവിന് പറഞ്ഞു കൊടുക്കാറില്ല. മകന്റെ അടുക്കൽ ഇന്നത് കണ്ടിട്ടുണ്ട്, ഇന്ന ഭയം അവന്റെ മേലിലുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മകളുടെ അടുക്കൽ ഇന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് സഹോദരിമാരെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രധാരണ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പെങ്ങന്മാരുടെ വസ്ത്രധാരണ, ഉമ്മമാരുടെ വസ്ത്രധാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അവരുടെ ശരീരം മുഴുവൻ മറക്കണമെന്നുള്ളത് പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഒരുപാട് തെളിവുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ നടക്കുന്നത് എന്താണ്? തന്റെ മകളോട് മോളെ മുഖം മറച്ചുകൊണ്ട് പുറത്തിറങ്ങൂ, മോളെ നിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്നുണ്ടെന്ന് പറയാൻ മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പല ദൂരസ്ഥലങ്ങളിലും വിദ്യാഭ്യാസത്തിന് എന്നുള്ള പേരിൽ മക്കളെ കൊണ്ടു ചേർക്കുന്ന ദുരാവസ്ഥ. എന്നിട്ട് മക്കൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയുന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കുന്നത് തന്റെ മകൾ വേറൊരുത്തന്റെ കൂടെ പോയിട്ടുണ്ട്, മകൾ അവിടെ പഠിക്കുന്നില്ല, അവൾ താമസിക്കുന്ന വേറൊരുത്തന്റെ കൂടെയാണ്. നിക്കാഹാണോ? അല്ല, ലീവ് ഇൻ ടുഗദർ പോലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പൊ യുവാക്കൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. എന്താണ് കാരണം? ഉപദേശിക്കേണ്ട സ്ഥലത്ത് ഉപദേശിക്കാറില്ല. മാതാപിതാക്കൾ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കൾക്ക് നൽകേണ്ട തർബിയത്ത് നൽകുന്നില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ചെറുതാകട്ടെ വലുതാകട്ടെ തെറ്റുകൾ കാണുമ്പോൾ മക്കളെ ഉപദേശിക്കണം. നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മോട് ചോദിക്കും. ഇഹലോകത്ത് പരലോകത്ത് നമ്മൾ പ്രയാസപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, വകാന യഅ്മുറു ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത് വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. തന്റെ മക്കളെ കുറിച്ച് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതാണ്. അഫൻ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ 55-ാമത്തെ ആയത്തിൽ പറയാണ്, അദ്ദേഹം തന്റെ കുടുംബത്തിനെ നിസ്കാരം കൊണ്ടും സകാത്തിനെ കൊണ്ടും എല്ലാം കൽപ്പിക്കുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു എന്നുള്ളത്. അപ്രകാരമായിരുന്നു പ്രവാചകന്മാരെല്ലാവരും തന്നെ. നമ്മൾ ഉപദേശിക്കണം മക്കളെ. മക്കളുടെ തൃപ്തിയല്ല നമുക്ക് വേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. മക്കളുടെ തൃപ്തിയല്ല നമുക്ക് ആവശ്യമുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മസ്ജിദിൽ നടക്കുന്ന ദർസുകൾ, അതുപോലെ തന്നെ മസ്ജിദിലേക്ക് ജുമുഅ ദിവസം കൊണ്ടുവരിക, മക്കളെ ഒപ്പം ഇരുത്തി ഖുർആൻ പാരായണം ചെയ്യുക, ഓദിച്ചു നോക്കുക, സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു നൽകൂ നിങ്ങൾ മക്കൾക്ക്. നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം മക്കൾക്ക് പഠിപ്പിച്ചു നൽകൂ. ഓരോ ദിവസവും മറ്റുള്ളവരെ ഏൽപ്പിക്കണ്ട. അത് എത്ര ഖൈറുള്ള കാര്യം. അവർ പഠിക്കുന്നു, അവർ ചെല്ലുന്നു, അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. പിന്നെ അവർ തന്റെ മക്കൾക്ക് പഠിപ്പിക്കുന്നു, ആ മകൻ പേരക്കുട്ടി പഠിച്ചതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അൽഹംദുലില്ലാഹ്, എത്ര നല്ല കാര്യമാണ്. നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കൂ. അതുപോലെ തന്നെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മാർഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ കുട്ടികൾ പഠിപ്പിച്ചു നൽകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, സന്താനങ്ങളെ, പേരക്കുട്ടികളെയും എല്ലാം യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളാക്കി, മുഹ്സിനീങ്ങളാക്കി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയ്യുഹാ മൗലാഹാ. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع